ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡായ കെംജീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തായ് BL സീരീസാണ്. സീരീസിനെ പറ്റി നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. വേണമെങ്കിൽ ഒരു ഹൊറർ BL സീരീസ് ആണെന്നൊക്കെ പറയാം. എന്താ സംഭവം എന്നൊക്കെ നമുക്ക് എന്തായാലും സീരീസിലേക്ക് കടന്ന് തന്നെ മനസ്സിലാക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു ഹീറോ ആയിട്ടുള്ള കെംജീര. അവൻ നമുക്ക് ഷോർട്ടായിട്ട് കെം എന്ന് വിളിക്കാം. കെം ആണെങ്കിൽ നൈറ്റ് ടൈം വീട്ടിലോട്ടായിരിക്കാം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ വേറെ ആൾക്കാരൊന്നുമില്ല. ആ സമയം ആരോ അവൻ്റെ പേര് കെംജീര കെംജീര എന്നിങ്ങനെ ചെറുതായിട്ട് പറയുന്നത് പോലും അവന് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവനത് മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. ആ ടൈമിന് ഒരു ക്യാനാണെങ്കിൽ സൈഡിൽ ഇരിക്കുന്ന കുലുങ്ങുന്നത് ഇവൻ കാണുന്നുണ്ട്. കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ അവിടെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളുടെ കാല് തട്ടിയിട്ടായിരുന്നു അത് മൂവ് ആവുന്നുണ്ടായിരുന്നത്. അയാളുടെ കാല് തട്ടിയിട്ട് ഒരു ക്യാനും അവൻ്റെ അടുത്തേക്ക് ഉരുണ്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശബ്ദം കേട്ട് അയാളും അവനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ, സാർ നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു പേടിക്കത്തില്ലേ, അത് അത്ര നല്ലൊരു കാര്യമായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അവൻ അപ്പോൾ കണ്ട ആ ഒരു മനുഷ്യൻ ഒരു പ്രേതത്തിൻ്റെ രൂപത്തിലായിട്ട് അവൻ്റെ പുറകെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അവൻ പേടിച്ചോടുന്നുണ്ട്. അതേസമയം തന്നെ അവൻ ഓടി ഓടി വരുമ്പോഴത്തേക്കും അതിനെ കാണാനില്ല. നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ ഒരു കുഞ്ഞു കടയിൽ വേറെ രണ്ട് ആൾക്കാർ നിൽക്കുന്ന കാണുന്നുണ്ട്. സോ അവൻ സേഫായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അവനാണെങ്കിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് എത്തിപ്പെടാണ്. അവിടെ വെച്ചിട്ട് വീണ്ടും ആ ഒരു പ്രേതത്തിനെ കാണുകയും കാറുകൾ പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവൻ ഒളിച്ചിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ ഒരു പ്രേതം അവൻ്റെ അടുത്തേക്ക് എത്തുകയും അവൻ്റെ കഴുത്തിങ്ങിരിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് 15 വർഷം മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ കെമ്മും അവൻ്റെ അമ്മയും അച്ഛനും കൂടെ ആയിട്ട് ഒരു മാസ്റ്ററിനെ കാണാനായിട്ട് വന്നേക്കുകയാണ്. അയാൾ ഈ മന്ത്രവാദവും സംഭവമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇവൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുമക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ കാറി ഇരുത്തിയിട്ടാണ് അമ്മയും അച്ഛനും കൂടെ ആയിട്ട് ആ മാസ്റ്ററിനെ കാണാനായിട്ട് ചെല്ലുന്നത്. മാസ്റ്റർ ആണെങ്കിൽ അമ്മയെ കാണുമ്പോൾ നിൻ്റെതില ഭയങ്കര ഗുരുതരാവുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അമ്മയപ്പോൾ എന്നെക്കാളും കഷ്ടം ഇപ്പോൾ കെമ്മിൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ അപ്പോൾ കെമ്മിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ അമ്മ ചെന്ന് കാറി നോക്കുമ്പോഴത്തേക്കും കെമ്മിനെ അതിൻ്റെ അകത്ത് കാണുന്നില്ല. അമ്മയും അച്ഛനും എല്ലാം ഒരു സെക്കൻഡ് ടെൻഷൻ ആവുന്നുണ്ട്. അതേസമയം കെമ്മിനെ കാണിക്കുകയാണെങ്കിൽ അവനവിടെ സൈഡിലുള്ള ഒരു കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി നിൽക്കുന്നുണ്ട്. ആ പട്ടിക്കുട്ടിയുടെ അടുത്തായിട്ട് ഒരു പ്രേതവും നിൽക്കുന്നുണ്ട്. അത് ആ പട്ടിക്കുട്ടിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ അതിൻ്റെ അടുത്തുനിന്ന് ഇവൻ ആ പട്ടിക്കുട്ടിനെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ആ സമയം വന്ന് വീഴുകയും ആ ഒരു പ്രേതം അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ്റെ നേർക്ക് വരികയും ചെയ്യുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു മാസ്റ്ററും അവൻ്റെ അമ്മയും അച്ഛനും എത്തിയതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നുണ്ട്. ആ സമയം പക്ഷേ കെമ്മിൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. കെമ്മിൻ്റെ ബോധം വരുമ്പോഴത്തേക്കും അവൻ്റെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് അമ്മയും അച്ഛനും ഇരിപ്പുണ്ട്. കെമ്മ് കണ്ണോർന്ന ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്, അമ്മ ആ പട്ടിക്കുട്ടിക്ക് എന്ത് പറ്റിയെന്നാണ്. അമ്മയപ്പോൾ നീ പേടിക്കണ്ട, അത് സേഫാണ്, അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കെമ്മ ആ സമയം അമ്മയുടെ അടുത്ത്, അമ്മ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മയപ്പോൾ നീ എൻ്റെ അടുത്ത് മുമ്പ് ചോദിച്ചിട്ടില്ലേ എന്തിനാണ് ഒരു പെൺകുട്ടിയുടെ പേര് പോലെ കെംജീര എന്നുള്ളൊരു പേര് നിനക്ക് കിട്ടതെന്ന്. അതിന് കാരണം എൻ്റെ ഫാമിലി ശപിക്കപ്പെട്ടതാണ്. എൻ്റെ കുടുംബത്തിൽ ഏതൊരു ആൺകുട്ടി ജനിച്ചാലും 21 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ക്രൂരമായിട്ട് എന്തോ ഒരു സംഭവം ആൺകുട്ടികളെല്ലാവരും കൊന്നു കളയും. നിന്നെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇത്രയും വഷളാകുന്നുണ്ടെന്ന് എനിക്ക് തീരെ അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് മാസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. അതേസമയം തന്നെ അവൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നുണ്ട്. ആ സമയം ചോരയും വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം കെമ്മിനാണെങ്കിൽ പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. അതാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്നായിട്ട് അറിയാം. പ്രേതങ്ങളെ കാണാൻ കഴിയുന്നതിലൂടെയും കെമ്മിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മാസ്റ്റർ ഇപ്പോൾ എന്തൊരു മന്ത്രം ചൊല്ലി അവൻ്റെ ആ ഒരു കഴിവ് നശിപ്പിച്ച് കളയാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കെമ്മ് പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ ചെയ്യണ്ട. പിന്നീട് ഒരുപാട് വർഷം കഴിയുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാലും പ്രേതത്തിനെ കാണാനുള്ള കഴിവുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിവ് എൻ്റെ അടുത്ത് മാറ്റണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം മാസ്റ്റർ നോക്കുമ്പോൾ അവൻ്റെ അമ്മയും അച്ഛനും അത് എതിർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റർ, എങ്കിൽ ഓക്കെ, പക്ഷേ ഭാവിയിൽ നീ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരട് നീ വെച്ചോളാൻ പറഞ്ഞിട്ട് ഒരു ചരട് അയാളുടെ കയ്യിൽ കിടന്നത് അഴിച്ചിട്ട് അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രേതാത്മാവ് അവനെയാണെങ്കിൽ കഴുത്തിങ്ങരിച്ച് കൊല്ലാനേ ശ്രമിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് അവനാണെങ്കിൽ കഴുത്തിൽ കിടന്ന ആ ഒരു ചരട് അഴിച്ചെടുത്തിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നുണ്ട്. എന്നാൽ ഒത്തിരി നേരം ആ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് അവനാണെങ്കിൽ ആ ഒരു പ്രേതത്തിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു വിടാനായിട്ട് പറ്റുന്നതും അവൻ സേഫ് ആകുന്നതും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് അവിടെ ഇപ്പോൾ എന്തോ ഒരു ആഘോഷം പോലെയൊക്കെ നടക്കുകയാണ്. ആ ഒരു ഏരിയയിലെ എംപിനെയൊക്കെ കൊണ്ട് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ നിൽപ്പുണ്ട്. ഈ ഒരു എംപിയുടെ മകനാണ് ഈ ജെറ്റ്. അതുമാത്രമല്ല ഈ ജെറ്റാണെങ്കിൽ നമ്മുടെ കെമ്മിൻ്റെ ഫ്രണ്ടുമാണ്. ജെറ്റ് ഇപ്പോൾ ആ ഒരു ഡാൻസിൽ കൂടെ നിന്ന് കളിച്ചൊക്കെ പോകുന്നുണ്ട്. ഒരു സമയത്ത് അവൻ്റെ അച്ഛൻ കാണാതെ പതുക്കെ എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ അവനെ കാണുന്നുണ്ട്. അവൻ്റെ അച്ഛൻ നേരത്തെ മാസ്റ്ററിനെ പോയി കാണുമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടായിരുന്നു. എന്നാൽ അവനിപ്പോൾ ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവൻ്റെ അച്ഛനാണെങ്കിൽ, നിൻ്റെ അടുത്തേക്ക് ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. ജെറ്റപ്പോൾ ഞാൻ പോവാ അച്ഛാ, അത് പിന്നെ പാട്ട് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് കളിച്ചുകൊണ്ട് നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന ടൈമിലാണ് കെമ്മ അവനെ കോൾ ചെയ്യുന്നത്. കെമ്മിന് ഇതുപോലെ പ്രേതങ്ങളെ കാണാൻ പറ്റുമെന്നും എൻ്റെ അമ്മയുടെ ഫാമിലി ശപിക്കപ്പെട്ടതാണെന്നും 21 വയസ്സിനുള്ളിൽ തന്നെ അവൻ മരിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും അവനെയാണെങ്കിൽ പ്രേതങ്ങൾ അറ്റാക്ക് ചെയ്യാറുണ്ടെന്നും അങ്ങനെയുള്ള അവൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരേ ഒരു ഫ്രണ്ട് അത് ജെറ്റ്
ചുറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു പ്രേതം തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്നുള്ള കാര്യം കെമ്മ് പറയുന്നുണ്ട്. കെമ്മ് അതിനോട് പറയുന്നുണ്ട്. പക്ഷേ അതിനെ പറഞ്ഞു വിടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് നേരം മന്ത്രം ചൊല്ലിയിട്ടാണ് അതിനെ പറഞ്ഞു വിടാൻ തന്നെ പറ്റിയത്. ഞാൻ ശരിക്കും മരിച്ചു പോകുന്നൊരു പേടിച്ചു പോയിന്ന്. ജെറ്റ് ആ സമയം ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മാസ്റ്ററിനെ കാണാനായിട്ട് പൊക്കോണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് നിന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാൻ മാസ്റ്ററിനോട് ചോദിക്കാം. പിന്നെ നീയാണെങ്കിൽ നാളെയല്ലേ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്, നീ പോകുന്ന കാര്യം അച്ഛനോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കെമ്മാണെങ്കിൽ ഞാൻ പറയാനായിട്ട് പോവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കോള് കെട്ടിയുന്നുണ്ട്. കെമ്മ് നേരെ അവൻ്റെ അച്ഛനെ കാണാനായിട്ടാണ് പോകുന്നത്. ജെറ്റാണെങ്കിൽ നേരെ മാസ്റ്ററിനെ കാണാനായിട്ടും പോകുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. കെമ്മിൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവിടെയുള്ള ക്ഷേത്രത്തിൽ തന്നെ ഈ ഒരു സന്യാസി എന്നാണോ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരാളെപ്പോലെ അവിടെ തന്നെ കഴിച്ചു കൂട്ടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ അച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് അവൻ്റെ അമ്മയുടെ ആ ഒരു ഫോട്ടോയും കല്ലറ പോലത്തെ സംഭവമൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് പോയിട്ട് അവനവൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ മരിച്ചിട്ടും ഇതുവരെയായിട്ട് എൻ്റെ മുന്നിൽ വരാത്തത്? എനിക്കാണെങ്കിൽ ഇതുവരെയായിട്ട് അമ്മേനെ കാണാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അമ്മേനെ അടുത്ത് കാണണമെന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ. അതേസമയം അവൻ്റെ അച്ഛൻ അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറയുന്നുണ്ട്, നീ പോകുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നീയാണെങ്കിൽ തിരിച്ചിങ്ങി വരണം, നിനക്ക് 21 വയസ്സായിരിക്കുക, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുകളെല്ലാം ഭയങ്കര അധികം കൂടുതലായിരിക്കും, സൂക്ഷിച്ച് വേണം നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അവനങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അവൻ അങ്ങോട്ടേക്ക് പോകുന്നതും അവൻ്റെ അമ്മയുടെ ആത്മാവ് അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. മേ ബി അവൻ്റെ അമ്മ മനഃപൂർവ്വം അവൻ്റെ മുന്നിലേക്ക് വരാത്തതായിരിക്കും. എന്തായാലും അവൻ നടന്നു പോകുന്ന സമയത്ത് അവിടെ സൈഡിലായിട്ട് തന്നെ വേറെ പല ആത്മാക്കളും ഇരിക്കുന്നത് അവന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവനാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, അതായത് ജെറ്റുള്ള സ്ഥലത്തേക്ക്. അവിടെയാണ് ഇവർ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്നത്. അവനങ്ങനെ താമസിക്കുന്ന ആ ഒരു റൂം, അതിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ മുകളിലത്തെ നിലയിലായിട്ട് 2 പണിക്കാർ എന്തോ വർക്കിന് വേണ്ടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ബോക്സ് നിറച്ച് ടൂൾസും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ തറയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ കെമ്മ് നടന്നു പോകുന്ന ടൈമിന് പെട്ടെന്ന് അതിലിരുന്ന ചുറ്റുക നേരെ അവൻ്റെ തലയിലേക്ക് വീഴാനായി വരുന്നുണ്ട്. എന്നാൽ ജസ്റ്റ് മിസ്സിന് അത് അവൻ്റെ തൊട്ടപ്പുറത്തായിട്ടായിരുന്നു ചെന്ന് വീണത്. അതേസമയം തന്നെ ടൂൾസ് ഇരുന്ന മറ്റേ ബോക്സും ഇവൻ്റെ നേർക്ക് താഴേക്ക് ഒന്ന് വീഴാനായി നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ അത് കണ്ട് നീങ്ങാൻ പോലും പറ്റാതെ ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ജെറ്റാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ പിടിച്ച് മാറ്റുന്നത്. ഇപ്പം തന്നെ നിൻ്റെ അത് തീരുമാനമായേനെന്നും ജെറ്റ് പറയുന്നുണ്ട്. ആ സമയം നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ജെറ്റാണെങ്കിൽ അത് പിന്നെ നീ വന്നു എന്നിറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നതാ, എനിക്ക് നിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേസമയം ആ പണിക്കാർ ഈ ഒരു ബോക്സ് താഴെ വീണ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് ജോലി ചെയ്തൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഞങ്ങൾ ഈ ബോക്സ് താഴെ വെച്ചിരുന്നതാണ്, പിന്നെ ബോക്സ് ലോക്ക്ഡ് ആയിരുന്നു, ഇതെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജെറ്റും കെമ്മും നേരെ കെമ്മിൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ജെറ്റ് പറയുന്നുണ്ട്, മിക്കവാറും ഏതെങ്കിലും പ്രേതം നിന്നെ കൊല്ലാനായിട്ട് തന്നെ ആ ബോക്സ് എറിഞ്ഞതായിരിക്കും എന്ന്. അതിനുശേഷം കെമ്മാണെങ്കിൽ അവൻ്റെ റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സമയത്ത് ആരോ കഥയിലിട്ട് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് അവൻ കേൾക്കുവാണ്. ജെറ്റിനും അത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും എന്താണ് ആ ശബ്ദം എന്നറിയാനായിട്ട് ഇവൻ തിരിഞ്ഞു നോക്കുന്നതും കാണുന്നത് ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ആത്മാവ് നിന്നിട്ട് ആ ഒരു ഡോറിലേക്ക് തല കൊണ്ട് ഇടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പെട്ടെന്ന് ആ ഒരു ആത്മാവ് ഇവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഇവരെ കാണുന്നതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്യാണ്. ജെറ്റ് പറയുന്നുണ്ട്, നീ അങ്ങനെ വല്ല പ്രയത്നം കണ്ടോന്ന്, കാരണം ജെറ്റിനത് കാണാനുള്ള കഴിവില്ല. പക്ഷേ കെമ്മിന് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കെമ്മിനോട് ചോദിക്കുമ്പോൾ കെമ്മാണെങ്കിൽ അവിടെ ഒരു ആത്മാവ് നിൽക്കുന്നുണ്ടായിരുന്നു, അത് നമ്മളെ കണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെറ്റ് പറയുന്നുണ്ട്, എനിക്കും പ്രേതങ്ങളെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന്. എന്നിട്ട് ജെറ്റാണെങ്കിൽ ആ മാസ്റ്ററിനെ കാണാനായിട്ട് പോയപ്പോഴത്തേക്കും ഇവനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മാസ്റ്റർ ആണെങ്കിൽ എന്തോ ഒരു മന്ത്രങ്ങളെന്തോ എഴുതിയൊരു പേപ്പർ ഇവൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇപ്പോൾ കെമ്മിൻ്റെ കയ്യിൽ ജെറ്റ് ഏൽപ്പിക്കുന്നുണ്ട്. കെമ്മ സമയം മാസ്റ്റർ എന്താ പറഞ്ഞതെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ആ ഒരു കാര്യം കാണിക്കുവാണ്. മാസ്റ്റർ ആണെങ്കിൽ നമ്മുടെ കെമ്മ് ജനിച്ച ടൈമും എല്ലാം വെച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, അവനെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, അവനിന് 6 മാസം കൂടെ സമയമുള്ളൂ, എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് അത് ചെയ്ത് തീർത്തോളാനായിട്ട് പറയാനായിട്ട്. അങ്ങനെ ഇപ്പോൾ കെമ്മാണെങ്കിൽ എന്താണ് മാസ്റ്റർ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ജെറ്റിന് പറ്റുന്നില്ല. ജെറ്റ് അതുകൊണ്ട് വിഷയം മാറ്റി വിടാണ്. എന്നാൽ കെമ്മിനറിയാം എന്തായിരിക്കും മാസ്റ്റർ പറഞ്ഞതെന്ന്. അതുകൊണ്ട് തന്നെ കെമ്മ് പറയുന്നുണ്ട്, എനിക്കിന് 6 മാസം കൂടെ സമയമുള്ളൂ എന്ന് മിക്കവാറും പറഞ്ഞു കാണുമല്ലേ, അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്ന്. ജെറ്റ് ആ സമയം പറയുന്നുണ്ട്, നീ അങ്ങനെ പ്രതീക്ഷ വിട്ടുകളയണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം, നിന്നെ അത്ര എളുപ്പത്തിലൊന്നും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കെമ്മാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവൻ നോട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് അവൻ്റെ പേനിൽ നിന്ന് മഷി വരുന്നില്ല. അവനാണെങ്കിൽ എഴുതാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ആ പേപ്പറിലതിലും ബ്ലഡ് ആവുകയാണ്. നോക്കുന്ന സമയം ടീച്ചറും കുട്ടികളെല്ലാം പ്രേതത്തിനെ പോലെയായിട്ട് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് ടീച്ചർ അവനെ എന്ത് പറ്റിയും ചോദിച്ച് വിളിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് അതെല്ലാം അവനൊരു ഹാലുസിനേഷൻ ആണെന്ന്. അതിനുശേഷം കെമ്മ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ സമയം ജെറ്റ് ഇതുപോലെ കോൾ ചെയ്യുന്നുണ്ട്. ജെറ്റിൻ്റെ അടുത്ത് ഈ കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെറ്റ് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇന്ന് ശരിയാവത്തില്ല, നീയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക, അങ്ങനെ വരുമ്പോൾ ഞാനെങ്കിലും നിന്നെ നോക്കിക്കോളുമല്ലോ എന്ന്. ആ സമയം കെമ്മ് അവൻ കഴിഞ്ഞ ദിവസം കണ്ട അതേ സെയിം പ്രേതത്തിനെ വീണ്ടും
പ്രേതം കാണുവാണ്. എന്നാൽ ആ ഒരു പ്രേതം അവനെ ഒന്നും ചെയ്യുന്നില്ല. അവൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റൂമിൻ്റെ ഡോറിലേക്ക് ഇങ്ങനെ നോക്കുന്ന പോലെ കാണിച്ചിട്ട് ആ ഒരു ആത്മാവ് മാഞ്ഞു പോവുകയാണ്. ആ സമയം അവനും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ആ ഒരു ആത്മാവ് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് അവൻ ഡോറിലേക്ക് തട്ടുന്നുണ്ട്. ആദ്യമൊന്നും റെസ്പോൺസ് വരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു കുഞ്ഞു കുട്ടി ഡോർ ഓപ്പൺ ചെയ്യാണ്. ആ ഡോറ് കുറച്ചേ ഓപ്പൺ ചെയ്യാനും പറ്റുന്നുള്ളൂ. ആ ഒരു കുട്ടീനെ എന്തോ ചങ്ങല വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു കുഞ്ഞു പയ്യനാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. എന്ന് ഇവനാണെങ്കിൽ ആ പയ്യനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി മറുപടിയൊന്നും പറയുന്നില്ല. കെമ്മാണെങ്കിൽ ഫുഡ് വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫുഡ് ആ കുഞ്ഞിന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്തോ ഒരു പന്തിയോട് തോന്നുന്നുണ്ട്. പോലീസിനെ വിളിക്കുകയും ചെയ്യാണ്. പിന്നീട് പോലീസുകാർ വരുന്നുണ്ട്. ആ ഒരു കുട്ടീനെ നിർത്തിയിരുന്ന റൂമിൽ ഓണറിനെ പിടിച്ചുകൊണ്ട് പോവാണ്. അയാൾ പറയുന്നുണ്ട് ആ കുട്ടി എൻ്റെ മകനാണ്, എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ കണ്ടിട്ട് മകനാണെന്നൊന്നും തോന്നുന്നില്ല. ആ കുട്ടീനെ അയാൾ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ആ ഒരു കുട്ടി പുറത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും കെമ്മിനെ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് അവനെ രക്ഷിച്ചതിന് തന്നെ. അതേസമയം കെമ്മ് നോക്കുമ്പോൾ ആ ഒരു പ്രേതാത്മാവ് ആ ഒരു കുട്ടീനെ രക്ഷിച്ചതുകൊണ്ട് തന്നെ കെമ്മിനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കെമ്മും തിരിച്ച് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെമ്മാണെങ്കിൽ കോളേജിലെ ഒരു റൂമാണെന്ന് തോന്നുന്നു. അവിടെ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്യുവാണ്. അവൻ്റെ അമ്മയുടെ പടമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയം എന്നെ രക്ഷിക്ക് എന്നിങ്ങനെ ആരോ പറയുന്ന പോലെ അവൻ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെയും കാണുന്നില്ല. എന്നാൽ വീണ്ടും ഒരു പടത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രേതത്തിനെ അവൻ കാണുന്നുണ്ട്. അവ ഇരുന്ന കസേരയിൽ നിന്ന് വന്ന് വീഴുവാണ്. ആ സമയമാണ് കറക്റ്റ് ജെറ്റും അങ്ങോട്ടേക്ക് വരുന്നത്. നോക്കുമ്പോൾ മുമ്പ് ആ ഒരു മാസ്റ്റർ അവന് കൊടുത്ത ആ ഒരു ചരടും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ജെറ്റിൻ്റെ മാസ്റ്റർ ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട ആ ഒരു മന്ത്രങ്ങളൊക്കെ എഴുതിയ പേപ്പർ അത് കെമ്മ് പെട്ടെന്ന് കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നാൽ അതും കത്തിപ്പോവാണ്. ആ സമയം കെമ്മിനും പേടിയാവുന്നുണ്ട്, ജെറ്റിനും പേടിയാവുന്നുണ്ട്. അങ്ങനെ ജെറ്റ് കെമ്മിനോട് പറയുന്നുണ്ട് ഇനി ഒന്നും നോക്കുന്നില്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയാം, നീ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ മതി. നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ലാന്ന്. അങ്ങനെ പിന്നീട് കെമ്മും ജെറ്റും കൂടെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ജെറ്റിൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്ത് കെമ്മ് സംസാരിക്കാനായി നിൽക്കുമ്പോൾ ജെറ്റ് പറയുന്നുണ്ട് വേണ്ട വേണ്ട, ശല്യം ചെയ്യേണ്ട, അവൾ എന്തോ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്ട്രെസ്ഡ് ആണ്, നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും കിടന്ന് ഉറങ്ങുന്നതാണ്. ആ സമയം അവൻ്റെ ചേച്ചി ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. ചേച്ചിക്കാണെങ്കിൽ ആ ഒരു വർക്ക് ചെയ്ത് തീർക്കുകയും വേണം. കറണ്ട് പോയതുകൊണ്ട് തന്നെ അതിന് നടക്കുന്നുമില്ല. ആ സമയം കെമ്മും എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു ഹാലൂസിനേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവനിപ്പോൾ ജെറ്റിൻ്റെ റൂമിലല്ല, വേറെ എവിടെയോ നിൽക്കുന്ന പോലെ. അവിടെ അവൻ്റെ അമ്മയാണെങ്കിൽ രക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്ന പോലെയും. അങ്ങനെ അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതേസമയം ജെറ്റിൻ്റെ ചേച്ചിയാണെങ്കിൽ മെഴുകുതിരിയെല്ലാം കത്തിച്ചുകൊണ്ട് വെക്കുമായിരുന്നു. അവർക്കും എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജെറ്റിനെയും ജെയിനെയും പറ്റി പറയുകയാണെങ്കിൽ രണ്ടുപേരും ഈ ഒരു മാസ്റ്ററിനെയൊക്കെ പോയി കണ്ട് ഇങ്ങനെ ഭയങ്കര വിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ജെയിനും ഇതുപോലെ കേൾക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇതേസമയം കെമ്മാണെങ്കിൽ നടന്ന് ബാൽക്കണി വരെ എത്തുന്നുണ്ട്. അവനെപ്പോഴും ഒരു ഹാലൂസിനേഷനിലാണ്. ആ ഒരു ഹാലൂസിനേഷനിൽ അവനവൻ്റെ അച്ഛനെയും കാണുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്നതനുസരിച്ചാണ് ഇവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം ജെറ്റ് ഉറക്കത്തിലാണ്. എന്നാൽ ആരുടെയോ ശബ്ദം ജെറ്റിൻ്റെ അടുത്ത് ജെറ്റിന് എഴുന്നേക്ക് പോയി കെമ്മിനെ രക്ഷിക്കുക എന്നിങ്ങനെ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം ജെറ്റിൻ്റെ ചേച്ചി ജെയിനാണെങ്കിൽ മെഴുകുതിരി എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. കാരണം ചേച്ചിക്കും അവിടെ എന്തൊരു ആത്മാവുള്ളതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേസമയം വീണ്ടും ജെറ്റിനാണെങ്കിൽ ജെറ്റിന് എഴുന്നേക്ക് കെമ്മിനെ പോയി രക്ഷിക്കുക എന്നിങ്ങനെ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നതും പെട്ടെന്ന് ജെറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. കെമ്മി ഇതേസമയം അവൻ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് ചാടും എന്നൊരു സിറ്റുവേഷൻ ആകുമ്പോൾ പെട്ടെന്ന് ജെറ്റ് ചെന്നിട്ട് അവനെ രക്ഷിക്കുന്നുണ്ട്. കെമ്മ ആ സമയമാണ് ആ ഒരു ഹാലൂസിനേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അവൻ്റെ ചേച്ചിയും അവിടെ അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും കെമ്മ സേഫാണെന്ന് അറിയുമ്പോൾ ചേച്ചിക്കും സമാധാനമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ഇവരെല്ലാവരും ഇരിക്കുന്നതാണ്. ജെറ്റ് ആ സമയം കെമ്മിനോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി എങ്ങനെയോ ആണ് നിന്നെ രക്ഷിച്ചത്, ഇനി എന്തൊക്കെ വരാൻ പറ്റും അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ ഞാനാണെങ്കിൽ ഇത്തവണ പോകുന്ന കോളേജിൽ നിന്നുള്ള വോളണ്ടിയർ ക്യാമ്പിന് വരുന്നില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞാനാണെങ്കിൽ സെമസ്റ്റർ കഴിഞ്ഞുകൊണ്ടേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന്. ജെറ്റും അപ്പോൾ അതാ നല്ലത്, നീ പൊക്കോളെന്നേ പറയുന്നുണ്ട്. ആ സമയം കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നമ്മൾ വോളണ്ടിയർ ക്യാമ്പിന് പോകാനിരുന്ന ആ ഒരു സ്ഥലം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ട്രിപ്പ് ക്യാൻസലായിന്ന്. ആ സമയം കുറേ പിള്ളേർക്ക് ക്യാൻസലായി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ പറയുന്നുണ്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന്. ആ സമയം ആ പയ്യന്മാർ പറയാണ് അതൊക്കെ ഇനി പെർമിഷൻ ചോദിച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി ടൈം ആവുന്നു. പെട്ടെന്ന് നമ്മുടെ ജെറ്റിന് എന്തോ ഒരു ഐഡിയ വന്നിട്ട് നമുക്ക് ഉഡോൺ രാജധാനിയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഇവൻ്റെ ഒരു മാസ്റ്ററും ഒക്കെ ഉള്ളത്. എമ്മിനെ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു സ്ഥലവും പറഞ്ഞത്. അങ്ങനെ ആ ഒരു സ്ഥലം ഫിക്സ് ആവുന്നുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകാനായി തീരുമാനിക്കുന്നുണ്ട്. ഇതേസമയം അവിടെ മാസ്റ്ററിനെ കാണിക്കുമ്പോഴത്തേക്കും മാസ്റ്ററിൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നുണ്ട് ഇതുപോലെ ജെറ്റ് കോൾ ചെയ്തായിരുന്നു, അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ആയിട്ട് വോളണ്ടിയർ ക്യാമ്പിന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ജെറ്റ് നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജെറ്റ് വരെയല്ലേ, നമ്മൾ നടത്താനിരുന്ന ആ ഒരു സെറിമണിയുടെ ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്താലോ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ആണെങ്കിൽ ഞാൻ വേറെ നല്ല ഡേറ്റ് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ജെറ്റിനെ ഇവർക്ക് മുന്നേ അറിയാൻ തോന്നുന്നു. അതേപോലെ തന്നെ ഈ മാസ്റ്ററാണ് നമ്മുടെ അടുത്ത ഹീറോ, ആളുടെ പേര് ഭീമെന്നാണ്. നമുക്ക് എന്തായാലും തൊട്ട് ഭീമെന്ന് തന്നെ അങ്ങ് വിളിക്കാം. ഭീമിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന അയാൾ പോയി കഴിഞ്ഞതും ഭീമിൻ്റെ മുന്നിലേക്ക് രണ്ട് കുട്ടികൾ പ്രത്യക്ഷമാവാണ്. ആ പിള്ളേർ ആത്മാക്കളാണെന്ന് തോന്നുന്നു, രണ്ട് കുഞ്ഞു പിള്ളേരാണ്. ആ പിള്ളേർ വന്നിട്ട് പറയുന്നുണ്ട് ജെറ്റ് വരുവാണോ, ഞങ്ങൾക്ക് ജെറ്റിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അന്ന് ജെറ്റ് വന്നപ്പോൾ ഞങ്ങൾ
ഞങ്ങളോട് കളിച്ചല്ലോ, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജെറ്റിന് ഞങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു മന്ത്രം പറഞ്ഞിട്ട് ജെറ്റിനെ ഞങ്ങളുമായിട്ട് കളിക്കാനായിട്ട് സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചോദിക്കാൻ കാരണം ആ പിള്ളേർ ആത്മാക്കളായതുകൊണ്ട് തന്നെ ജെറ്റിന് ആ പിള്ളേരെ കാണാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴോ ജെറ്റ് ഇനുമ്പേ വന്നപ്പോഴത്തേക്കും ഭീം എന്തോ ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജെറ്റിന് ആ ഒരു കുട്ടികളെയും കാണാൻ പറ്റി. ആ കുട്ടികളോട് ജെറ്റ് കളിക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ജെറ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും അതുപോലെ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ഭീം മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അടിക്കാൻ കണക്കിന് ഒരു കമ്പെടുക്കുന്നുണ്ട്. കമ്പെടുക്കുന്നതാണെന്നും പിള്ളേർ അവിടെ നിന്ന് മാങ്ങി പോവുകയാണ്. അടുത്ത് കാണിക്കുന്ന ജെറ്റിനെയും കെമ്മിനെയാണ്. അവരിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ടൂർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. മിക്ക പിള്ളേരും കയറിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ ജെറ്റാണെങ്കിൽ കെമ്മിന് കുറച്ച് ഇമോഷണൽ ഡയലോഗ് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവനെ പഠിപ്പിക്കുവാണ്. അതായത് ഭീമിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നീ ഇങ്ങനെയൊക്കെ വേണം സംസാരിക്കാൻ, എന്നാലേ ഭീം നിന്നെ സഹായിക്കത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെ അവനത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാക്കിലത്തെ സീറ്റിൽ ചാണെന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു പയ്യനാണെങ്കിൽ ഇവരെ രണ്ടുപേരും തന്നെ നോക്കുകയാണ്. ഈ പയ്യൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള പെൺകുട്ടി ഇരിപ്പുണ്ട്. അവനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ടിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നീ എന്തുപറ്റി അങ്ങോട്ടേക്ക് നോക്കുന്നത്? നിനക്കതിൽ ആരെയാണ് ഇഷ്ടം, ജെറ്റിനെയാണോ കെമ്മിനെയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചാണ് അങ്ങനെയൊന്നുമില്ല, അല്ല ഞാൻ ജസ്റ്റ് അല്ലാതെ നോക്കിയതാണ്, അവർ രണ്ടുപേരെയും കണ്ടിട്ട് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ആ സമയം പെൺകുട്ടി അങ്ങനെയൊന്നുമില്ല, അവർ രണ്ടും നല്ല പയ്യന്മാരാണ്, കഴിഞ്ഞ വോളണ്ടിയർ ക്യാമ്പിന് നീ വന്നില്ലല്ലോ, അവരെ കൂട്ടത്തിൽ ജെറ്റ് ശരിക്കും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാ പിള്ളേരും കയറുന്നുണ്ട്. ട്രിപ്പ് സ്റ്റാർട്ടാവുന്നുണ്ട്. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും ജെറ്റ് നോക്കുമ്പോൾ വേറെ ഏതോ റൂട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രിപ്പിൻ്റെ ലീഡറായിട്ടുള്ള പയ്യനെടുത്ത് നിന്നിട്ട് എന്താ ഇതുവഴി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട്, അതിന് ഡ്രൈവർ പറഞ്ഞു ഇത് വേറൊരു ഷോർട്ട് കട്ടാണ്, ഇതുവഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമെന്ന്. ആ സമയം ജെറ്റാണെങ്കിൽ മറുപടിയൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്നാൽ പേടിച്ച് തിരിച്ച് സീറ്റിലേക്ക് വന്നതിന് ശേഷം കുറേ മന്ത്രങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവരാണെങ്കിൽ ഒരു ടണൽ പാസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഇവർ ഈ ടണലിലേക്ക് കയറുന്ന സമയത്ത് ഫുൾ ഇരുട്ടായി മാറുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ബസ് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഡ്രൈവർ ബോധമില്ലാതെ കിടക്കുകയാണ്. നോക്കുന്ന സമയം ബാക്കി എല്ലാ പേരും ഉറക്കമാണ്. ആകെ ഉണർന്നിരിക്കുന്നത് ജെറ്റും കെമ്മും മാത്രമാണ്. ആ സമയം കെമ്മാണെങ്കിൽ എന്താ ജെറ്റ്, എന്താ പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെറ്റ് അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ ഈ ടണലിൻ്റെ ഏരിയയിൽ മൊത്തം ആത്മാക്കൾ നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഭീമാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതുവഴി പോകരുതെന്ന്. അതും പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ വണ്ടിക്ക് ചുറ്റും ഗ്ലാസിൻ്റെ അവിടേക്കായിട്ട് ഇഷ്ടംപോലെ ആത്മാക്കളൊന്നും നിറങ്ങി നിൽക്കുന്നുണ്ട്, കയറാൻ കണക്കിന് തന്നെ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജെറ്റ് ഓടിച്ചെന്ന് ആ ഒരു ഡ്രൈവറിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നൊന്നും നടക്കുന്നില്ല. ആ സമയം കെമ്മാണെങ്കിൽ അവരെല്ലാവരും ഞാനുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നേക്കുന്നത്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ വന്നേക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ബസ്സിൻ്റെ ഡോറ് തുറന്നിട്ട് ഇറങ്ങാനായി നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു ആത്മാവ് അവനെ പിടിക്കാനും വരാണ്. എന്നാൽ ജെറ്റ് പെട്ടെന്ന് കെമ്മിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ പെട്ടെന്ന് ആത്മാക്കളെല്ലാവരും മാങ്ങി പോവുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ജെറ്റ് നോക്കുമ്പോഴാണ് ഭീം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെറ്റ് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭീമിൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കുകയാണ്. നോക്കുമ്പോൾ ഭീമാണെങ്കിൽ അവൻ്റെ പവർ വെച്ചിട്ട് ഒരു ആത്മാവിൻ്റെ രൂപത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതെന്താ ഇപ്പോൾ അങ്ങനെ വന്നത് എന്ന് ജെറ്റ് ചോദിക്കുമ്പോൾ ഭീം പറയുന്നുണ്ട്, അത് പിന്നെ ഞാനിവിടെ വില്ലേജിലുള്ള ആൾക്കാർക്ക് ഒരു ആവശ്യമായിട്ട് വന്നതാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നൈറ്റ് ആവുന്നതിന് മുമ്പേ ഇതുവഴി പാസ് ചെയ്ത് അങ്ങ് എത്താനായിട്ട് പറഞ്ഞിട്ട് ഭീം മാങ്ങി പോവുകയാണ്. അതേസമയം എല്ലാ ആത്മാക്കളും മാങ്ങി പോയെങ്കിലും ഒരൊറ്റ ആത്മാവ്, ആ ഒരു ആത്മാവ് കെമ്മിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അതൊരാണിൻ്റെ ആയിരുന്നു ആത്മാവ്. എന്നാൽ കെമ്മ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു ആത്മാവിനെ അവൻ അവിടെ കാണുന്നില്ല. പിന്നെ അങ്ങോട്ട് ട്രിപ്പിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, എല്ലാവരും അവിടെ എത്തുന്നുണ്ട്. എത്തുന്ന സമയത്ത് തന്നെ ഇവർ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു ആത്മാവിനെ കയറിയിട്ട് ആ ഒരു ആത്മാവിനെ ഭീമാണെങ്കിൽ ഇറക്കി വിടാൻ ശ്രമിക്കുന്നതാണ്. ആ ഒരു ആത്മാവ് പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന സമയത്ത് ഞാനിവളെ ഒത്തിരി സ്നേഹിച്ചാണ്, മരിച്ചെന്ന് കരുതി ഞാനിവളെ ഇട്ടിട്ട് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. എന്നാൽ ഭീമാണെങ്കിൽ ഓരോ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ആത്മാവിനെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എല്ലാ പിള്ളേരും വന്നവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഭീമാണെങ്കിൽ നേരെ നമ്മുടെ ജെറ്റിൻ്റെയും കെമ്മിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ജെറ്റ് അപ്പോൾ വണ്ടി ഇരുന്നപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സഹായം ചോദിക്കാനുള്ള ഡയലോഗെല്ലാം കെമ്മിനെ പഠിപ്പിച്ച് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ പോയി കെമ്മിൻ്റെ അടുത്ത് പറയാനായി പറയുന്നുണ്ട്. അങ്ങനെ കെമ്മാണെങ്കിൽ മാസ്റ്റർ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നതും ഭീമാണെങ്കിൽ അവൻ്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റാണ്. അവൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോന്ന് അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് കെമ്മിനൊന്നും പറയാൻ പറ്റുന്നില്ല. ആളിങ്ങനെ മുഖത്ത് തന്നെ നോക്കി നിന്നു പോവാണ്. ആ സമയം ഭീം പറയുന്നുണ്ട്, നീ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം പോവുമല്ലോ എന്ന്. എന്നിട്ട് ഭീം ജെറ്റിൻ്റെ അടുത്ത് നീ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നേരെ ഇരുട്ടുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഭീം പോയി കഴിയുമ്പോൾ ജെറ്റാണെങ്കിൽ കെമ്മിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ഡയലോഗ് പഠിപ്പിച്ച് തന്നതല്ലേ, പിന്നെ നീ എന്താ പറയാത്തേന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വേറെ ഡയറക്ഷനിലാണ് പോകുന്നത്. ചാൺ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം അവനിങ്ങനെ വീണ്ടും ഇവരെ തന്നെ നോക്കുന്ന കണ്ടിട്ട് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവരെ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. ചാണപ്പോൾ അത് പിന്നെ അവരെ കണ്ടിട്ട് എന്തോ വ്യത്യസ്തമായിട്ടുള്ളതുപോലെ, അവരല്ലേ നമ്മളെ ഇങ്ങോട്ടേക്ക് ഈ സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു പ്രേതത്തിന് ഒഴിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്, ഇനി വല്ല മന്ത്രവാദത്തിലും ജോയിൻ ചെയ്യിപ്പിക്കാനായിരിക്കും നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ നീ നന്നായിട്ട് സിനിമയൊക്കെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെമ്മും ജെറ്റും കൂടെ ആയിട്ട് ഭീമിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. വരുമ്പോൾ തന്നെ നമ്മുടെ ജെറ്റിനെ കാണുമ്പോഴത്തേക്കും ആരോട്
കുഞ്ഞ് ആത്മാക്കളായിട്ടുള്ള പിള്ളേർ. അവരാണെങ്കിൽ ജെറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ജെറ്റിന് ആ പിള്ളേരെ കാണാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ ഭീമും അവരെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഭീം പറയുന്നത് തന്നെ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, മര്യാദയ്ക്ക് തിരിച്ചു പൊക്കോളാനാണ്. അപ്പോൾ നമ്മുടെ കെമ്മെല്ലാം അവരുടെ അടുത്താണത് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോവാം എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ ജെറ്റ് ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നതെന്ന്. ആ സമയം കെമ്മിന് എന്തൊരു സംശയം വന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ പുറകിലായിട്ട് കുറേ ആത്മാക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബസ്സിൽ വെച്ച് അവൻ്റെ പുറകിൽ ഒരു ആണിൻ്റെ ആത്മാവ് വന്നു നിന്നെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ആത്മാവും അവിടെ ഉണ്ടായിരുന്നു. ആ ആത്മാവിനെ നോക്കിയിട്ടായിരുന്നു ഭീം സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഭീം പറയുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നീയായിരുന്നല്ലേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ച് പൊക്കോളാനായിട്ട്. ആ ഒരു സമയത്ത് ആ ആത്മാക്കളെല്ലാം മാങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഭീം ഇവരുടെ രണ്ടുപേർത്തായിട്ട് പറയുന്നുണ്ട്, നിങ്ങളാണെങ്കിൽ റൂമിലേക്ക് പോക്കോ, പിന്നെ ജെറ്റ് നീ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കാണാനായിട്ടും വരണമെന്ന്. അങ്ങനെ ജെറ്റും കെമ്മും കൂടെ ആയിട്ട് റൂമിലേക്ക് പോവുകയാണ്. ആ സമയം കെമ്മ് ചോദിക്കുന്നുണ്ട്, എപ്പോഴും ഭീം ഇതുപോലെ ഭയങ്കര ദേഷ്യക്കാരനാണോ എന്ന്. ആ സമയം സാധാരണ ഇതിനേക്കാളും ദേഷ്യക്കാരനാണ്, പക്ഷെ നീ പേടിക്കണ്ട, ആർക്ക് എന്ത് ആവശ്യം വന്നാലും എപ്പോഴും ഭീം സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ജെറ്റാണെങ്കിൽ ഭീമിനെ കാണാനായി പോവുകയാണ്. ഭീം ജെറ്റിനെ വിളിച്ചു വരുത്തിയത് വേറൊന്നിനുമല്ല, 4-5 അടി കൊടുക്കാനാണ്. വരുമ്പോൾ തന്നെ അവനെ ചറ പറയാൻ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ഇത് രണ്ടും കണ്ടുകൊണ്ട് ആ ആത്മാക്കളായിട്ടുള്ള പിള്ളേർ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജെറ്റാണെങ്കിൽ പിന്നെ വേറൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, അടി വാങ്ങിച്ച് കൂട്ടുകയും ചെയ്യുവാണ്. അടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ജെറ്റിൻ്റെ അടുത്ത് ഓൾറെഡി ഭീം പറഞ്ഞതാണ് കെമ്മിനെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല, അവൻ്റെ വിധിയാണത്, അവൻ 21 വയസ്സാകുന്ന സമയം കൊണ്ട് അവൻ മരിക്കും, നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട, കാരണം നീ അപകടത്തിലാവാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ അത് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ഇപ്പോൾ കെമ്മിനെ രക്ഷിക്കാനായിട്ട് കെമ്മിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഭീം ഇപ്പോൾ ഇവനായിട്ട് അടിക്കുന്നത്. ആ സമയം അവൻ പറയുന്നുണ്ട്, എന്നെ അടിച്ചാലും കൊന്നാലും ശരി എൻ്റെ ഫ്രണ്ടിനെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റത്തില്ല, ഞാനത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ ലീക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും അവനൊരു അടി കൊടുക്കാനായിട്ട് ഭീം പോകുന്നുണ്ട്. സമയം ജെറ്റ് പതുക്കെ മാറിയിരിക്കുകയാണ്. ഭീം ആ സമയം പറയുന്നുണ്ട്, ഈ രാത്രി അത്ര എളുപ്പത്തിലൊന്നും കടന്നു പോകത്തില്ല, നീ പോയി നിന്റെ ഫ്രണ്ടിനെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാണ്. ആ സമയത്ത് എല്ലാം കേട്ടുകൊണ്ട് ആ 2 കുഞ്ഞു പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. അതിലൊരു കൊച്ചു പറയുന്നുണ്ട്, ഭീം പറഞ്ഞല്ലേ കെമ്മിനെ അവ സഹായിക്കത്തില്ല എന്ന്, എന്നാൽ ഇപ്പോൾ സഹായിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന്. ആ സമയം മറ്റേ പയ്യനാണെങ്കിൽ നമ്മളാണെങ്കിൽ എന്തിനും തയ്യാറായിട്ടിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു അങ്കിളിനെയാണ് കാണിക്കുന്നത്. ഇയാളാണെങ്കിൽ ഇയാളുടെ വൈഫിൻ്റെ അവിടെ നിന്ന് ഏതോ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇയാൾ എന്തോ വിളക്കൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെയുള്ള ഓരോരോ വീട്ടിലെ ആൾക്കാരും കൂട്ടത്തോടെ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാനായിട്ടുള്ള ഭയങ്കര ആകാംക്ഷ ചാണുള്ളതുകൊണ്ട് തന്നെ ചാൺ ഉറങ്ങാതെ എണീറ്റ് വന്ന് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം ആ വീടുകളിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെല്ലാവരും നേരെ നമ്മുടെ ഭീമുള്ള സ്ഥലത്തേക്കാണ് വന്നത്. അവരവിടെ വന്ന് നിന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയാനായിട്ട് തുടങ്ങിയിട്ട് അവിടെ ഒരു മന്ത്രത്തിൻ്റെ വലയം തന്നെ സൃഷ്ടിക്കുകയാണ്. ഭീമും അവിടെ ഇരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഒത്തിരി ആത്മാക്കൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ആത്മാക്കൾ അങ്ങോട്ടേക്ക് കയറാതിരിക്കാനാണ് ഇവരിങ്ങനെ മന്ത്രവല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വന്നിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആത്മാവാണോന്ന് അറിയത്തില്ല, എന്നാലും ഒരു പെണ്ണിൻ്റെ ആത്മാവ് ഭീമിൻ്റെ അടുത്ത് നീ എന്നെയാണോ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭീം ആ സമയം കണ്ണ് തുറന്ന് നോക്കുകയും ചെയ്യുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താവും അറിയാനും ആകാംക്ഷയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ആരും പറയാനായിട്ട് മറക്കരുത്. സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ആവുന്നതനുസരിച്ച് ഇടുന്നതായിരിക്കും. ഓൺ ഗോയിങ് ആയതുകൊണ്ട് തന്നെ ഡെയിലി എനിക്ക് എപ്പിസോഡ് ഇടാൻ പറ്റത്തില്ല. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.